ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന ഇറാന്റെ ആരോപണം. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ നടത്തിയ മിസൈലുകൾ തകർത്ത് സൗദി അറേബ്യയും UAE-യും കുവൈറ്റും ബഹ്റൈനും. ഇറാനും ഇസ്രയേലും തമ്മിൽ മിസൈൽ ആക്രമണം ഉണ്ടായി എന്നും വാർത്ത. PP ജെയിംസ് ചേരുന്നു. PP ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ജെയിംസെ, രാവിലെ തന്നെ ധർമ്മപത്നി പറയുന്നുണ്ടായിരുന്നു ഈ യുദ്ധം എവിടെയോ നടക്കുന്നു, പക്ഷേ അടുക്കളയിൽ മിക്കവാറും ഗ്യാസ് കിട്ടത്തില്ല, ഭക്ഷണം മുടങ്ങാൻ സാധ്യതയുണ്ട് എന്ന്. നമ്മൾ വിചാരിച്ച് യുദ്ധവും നമ്മളെ ബാധിക്കില്ലെന്ന്. ഡോർ സ്റ്റെപ്പ് കടന്ന് അടുക്കളയ്ക്കകത്തായി തന്നെ നമ്മൾ പറഞ്ഞു ഇത് നേരെ നമ്മുടെ അടുക്കളയിലേക്കാണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ദശലക്ഷക്കണക്കിന് മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിൽ ഇത് ചെയ്യുന്നു. ഗൾഫിൽ നിന്നുള്ള വലിയൊരു വരുമാനമാണ് നമ്മളെയൊക്കെ താങ്ങി നിർത്തുന്നത്. അതുകൊണ്ട് ഗൾഫ് മേഖലയെ എന്ത് ബാധിച്ചാലും, ഗൾഫ് മേഖലയെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള പ്രകൃതിവാതവും എണ്ണയൊക്കെ വരാതിരുന്നാൽ അത് ഇന്ത്യയെ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. എസ് കെ, ഈ മണിക്കൂറുകളിൽ ഒരു പക്ഷേ വരുന്ന പ്രധാന വാർത്തകളിലൊന്ന് ഇറാൻ നടത്തിയ ഒരു പൊതുപ്രഖ്യാപനമാണ്. കഴിഞ്ഞ 12 ദിവസത്തിനുള്ളിൽ ഇറാനിലെ സാധാരണക്കാരുടെ സിവിലിയൻ കേന്ദ്രങ്ങളിൽ 10,000 തവണ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ആക്രമണം നടത്തിയെന്ന് സമ്മതിച്ചിരിക്കുന്നു ഇറാൻ. 10,000 സ്ഥലങ്ങളിൽ, കേന്ദ്രങ്ങളിൽ എന്ന് വെച്ചാൽ ഒരു അരിപ്പ കൊണ്ട് അരിക്കുന്ന പോലെയുള്ള ആ രീതിയിലാണ് മിസൈലുകളും ഡ്രോണുകളും ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, വീണ്ടും ഗൾഫ് രാജ്യങ്ങളിൽ, അത് 5-10 രാജ്യങ്ങളിൽ ആക്രമിച്ചിരുന്നു. ഇപ്പോൾ ഒരു 3-4 രാജ്യങ്ങളെ ഫോക്കസ് ചെയ്താണ് അവർ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. മിസൈൽ അയക്കുന്നത് സൗദി അറേബ്യ, UAE, ബഹ്റൈൻ, കുവൈറ്റ്, ഈ 4 രാജ്യങ്ങളാണ്. ഇടയ്ക്ക് ഖത്തർ. അപ്പോൾ ഈ രാജ്യങ്ങളിലേക്കാണ് മിസൈലുകൾ അടിച്ചത്. സൗദിയിലേക്ക് ഈ മണിക്കൂറുകളിൽ 7 മിസൈലുകൾ അയച്ചു. പക്ഷെ അതെല്ലാം അവരുടെ സംവിധാനങ്ങൾ, മിസൈൽ വേദക സംവിധാനങ്ങൾ തകർത്ത് കളഞ്ഞു. മരണസംഖ്യ 1ഉം 2ഉം വെച്ച് വരുന്നുണ്ട് ചില രാജ്യങ്ങളിലൊക്കെ. എന്തായാലും ജനവാസ കേന്ദ്രങ്ങളിൽ മിസൈൽ വീഴുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇതിനിടയിൽ എസ് കെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് ഇപ്പോൾ ഉയർന്നു വരുന്നത്, ഇതേ സംബന്ധിച്ച് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയോടോ ട്രംപിനോടോ ഒന്നും പറയാതെ മൗനം പാലിച്ചിരിക്കുകയായിരുന്നു, ഇറാനെ കുറ്റപ്പെടുത്തുകയായിരുന്നു. പക്ഷേ ഖത്തർ ആ മൗനം മാറ്റി ശബ്ദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആദ്യമായി ഒരു ഗൾഫ് രാജ്യത്ത് നിന്ന് ട്രംപിന് മുന്നറിയിപ്പ് നൽകുന്ന രീതിയിൽ വാർത്ത വന്നിരിക്കുന്നു. അത് ഖത്തറിൻ്റെ തലപ്പത്തിരിക്കുന്ന തലവൻ ഷെയ്ഖ് അൽത്താനി സംസാരിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ ഗൾഫ് യുദ്ധം നീണ്ടാൽ ഗൾഫ് മേഖലയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. ഇനിയും യുദ്ധം നീണ്ടു പോവരുത്, ഇത് എസ്കലേറ്റ് ചെയ്യാൻ പാടില്ല, യുദ്ധം അവസാനിപ്പിക്കണം എന്ന രീതിയിൽ ട്രംപിനോട് ഒരു ഗൾഫ് രാജ്യം, അത് ഖത്തറിൻ്റെ ഒരു തന്ത്രപരമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് ഇരിക്കുന്നത് ഖത്തറിലെ ദോഹയിലെ അൽ ഉദൈദ് എയർബേസിലാണ്. അവിടെ നിന്നാണ് എല്ലാ രാജ്യങ്ങളിലെയും ഇവരുടെ എയർബേസിനെ നിയന്ത്രിക്കുന്നത്. ആ രാജ്യമാണ് പറഞ്ഞിരിക്കുന്നത് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല, ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സീരിയസ് കോൺസിക്വൻസസ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്രഖ്യാപനം വരുന്നത്. ഇതിൻ്റെ പിന്നാലെ സൗദിയും UAE ഒക്കെ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഗൾഫ് മേഖലയിൽ, ഗൾഫ് രാജ്യങ്ങളിൽ വലിയ ആശങ്ക ഉണ്ടായതിൻ്റെ പ്രതിഫലനമാണ് ഇതുവരെ മൗനം പാലിച്ചിരുന്ന ഗൾഫിലെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രത്തലവന്മാർ പ്രതികരിച്ചു തുടങ്ങിയത്. UAE-യുടെ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നേരിട്ട് സംസാരിച്ചിരുന്നു. പക്ഷെ എന്താണ് സംസാരിച്ചതെന്നറിയില്ല. പക്ഷേ യുദ്ധം അവസാനിപ്പിക്കാൻ രംഗത്തിറങ്ങണം എന്ന് തന്നെയാണ്. ഇതിനിടയിൽ അമേരിക്ക അവകാശപ്പെടുന്നത്, അമേരിക്ക 16 മൈൻ വാരി അല്ലെങ്കിൽ മൈൻ കൊണ്ടിടുന്ന ഇറാനിയൻ കപ്പലുകൾ തകർത്തു എന്ന് അവകാശപ്പെടുന്നു. എന്തായാലും 10,000 കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ നമ്മളെയൊക്കെ ഒരുപക്ഷെ ആശങ്കപ്പെടുത്തുന്നത്, മൊജ്തബ എന്ന ഖമനായിയുടെ മകൻ വന്നതിന് ശേഷം അദ്ദേഹം പ്രതികാരദാഹിയായിട്ട് മാറിയിരിക്കുന്നു. അത് ഇസ്രായേലിനും അമേരിക്കയ്ക്കെതിരെയും മാത്രമല്ല ഗൾഫിനെതിരെ കൂടി എന്നുള്ള തരത്തിൽ റിപ്പോർട്ട് വരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലിലേക്ക് വലിയ രീതിയിലുള്ള മിസൈൽ വർഷമാണ് ഇസ്രായേൽ തിരിച്ചും ഇറാനിലേക്കും. അപ്പോൾ ആ തരത്തിൽ ഇസ്രായേലിലും ആൾക്കാർ കൊല്ലപ്പെടുന്നുണ്ട്, ഹെസ്ബുള്ളയുടെ ആക്രമണം വരുന്നുണ്ട്, ലെബനോനിലേക്ക് കയറി ഇസ്രായേൽ ആക്രമിക്കുന്നു. ഈ തരത്തിൽ യുദ്ധം കൂടുതൽ രൂക്ഷമാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. വിമാന സർവീസുകൾ, എയർ ഇന്ത്യ 50 വിമാന സർവീസുകൾ വെസ്റ്റ് ഏഷ്യയിൽ നിന്ന് ആരംഭിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ദുബായ് അടക്കമുള്ള UAE-യിൽ നിന്നൊന്നും വിമാന സർവീസുകൾ വരുന്നില്ല. കാരണം യുദ്ധം, ഈ മൊജ്തബയുടെ ഈ പ്രതികാരദാഹം ഏത് രീതിയിലാണ് കത്താൻ പോകുന്നതെന്ന് അറിയില്ല. ഇറാന് ക്ഷീണമുണ്ട്, ദുർബലമാണ്. പക്ഷെ ദുർബലമായ ഇറാൻ കൂടുതൽ ശക്തിയോടെ ആഞ്ഞടിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇസ്രായേലും അമേരിക്കയും ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ഏറ്റവും ശക്തമായിട്ട് ഞങ്ങൾ അടിക്കുമെന്ന് പറയുന്നുണ്ട്. കാര്യങ്ങൾ കൈവിട്ട് പോകാതിരിക്കട്ടെ.
ഓക്കെ, താങ്ക് യു ബേബി ജെയിം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.